ഇത് കണ്ടിട്ട് എന്തായാലും അയ്യേന്ന് പറയാൻ വരണ്ട. ആദ്യം അങ്ങനെ തോന്നുമായിരിക്കും. നമ്മൾ മാർക്കറ്റിൽ നിന്ന് കുറച്ച് കേടായിട്ടുള്ള, ഒത്തിരി കേടായിട്ടില്ല എന്നാലും കേടായിട്ടുള്ളൊരു ക്യാരറ്റിൻ്റെ കുറച്ചധികം മേടിച്ചാണ്ട് 50 രൂപയോ 30 രൂപയോ എങ്ങാണ്ട് കൊടുത്ത് വാങ്ങിച്ചതാണ് നമ്മുടെ കോഴിക്കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വാങ്ങുമ്പോൾ ഇങ്ങനെ ഓരോരോ ക്യാരറ്റിൻ്റെ പീസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അരിഞ്ഞ് കൊടുക്കാറുണ്ട്. ഇത് നമ്മളിപ്പോഴും കൊടുക്കും പോലെ തന്നെ നമ്മുടെ തണ്ണിമത്തൻ്റെ തൊണ്ടാണ്. ഇനിയാണ് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക് വരുന്നത്. ഇത് രണ്ടും കൂടി നമ്മൾ കുരുകുരുവെന്നൊന്ന് അരിഞ്ഞ് വേണം കൊടുക്കാൻ. ഇതിപ്പോൾ മേടിച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ 2 ദിവസം ഇരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര ഇങ്ങനെ ആയിപ്പോയത്. ഇനിയും കുറച്ച് ദിവസം കൂടി ഇരുന്നായിരുന്നെങ്കിൽ ശരിക്കും അങ്ങോട്ട് അവിഞ്ഞ് പോയേനെ. എൻ്റെ ഒരു മടിയുടെ മുറുതന്നെ അവസ്ഥയിലാണെങ്കിൽ ഞാൻ ആലോചിച്ചേനെ അതങ്ങ് അവിഞ്ഞ് പോട്ടെ, അതാകുമ്പോൾ അത് വെറുതെ അങ്ങ് വെച്ച് കൊടുത്താൽ മതിയല്ലോ, നിങ്ങൾ തിന്നോളൂന്ന്. പിന്നെ ഞാൻ ആലോചിച്ചു വേണ്ട, എന്തായാലും വെറുതെ ഇരിക്കുകയാണ്, സമയം പോവുകയും ചെയ്യണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇങ്ങനെ അരിഞ്ഞ് ഇതിലൊരു എക്സ്പേർട്ടായി. എന്തോരം ക്യാരറ്റോ ഉരുളക്കിഴങ്ങിൻ്റെ തൊണ്ടോ തണ്ണിമത്തൻ്റെ തൊണ്ടോ മത്തങ്ങയോ മത്തങ്ങയുടെ തൊണ്ടോ എല്ലാം ഞാനിങ്ങനെ കുരുകുരുന്ന് വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കും. കാരണം നിത്യാഭ്യാസം ആനയെ ചുമക്കുന്നതാണല്ലോ. അരിഞ്ഞരിഞ്ഞ് ഞാനിപ്പോൾ ഒരു അരിയലിൽ എക്സ്പേർട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ 2 ഫിംഗർ ക്യാപ്പൊക്കെ ഇട്ടാണ് അരിഞ്ഞുകൊണ്ടിരിക്കണത്. ഇതിപ്പോൾ കാണുമ്പോൾ കുറച്ചുള്ളെങ്കിൽ അത്യാവശ്യം അധികം ഉണ്ടായിരുന്നു കേട്ടോ. 5-6 കിലോ എങ്ങാണ്ട് അടുത്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ക്യാരറ്റിൻ്റെ ഇത് മാത്രമായിട്ട്. പിന്നെ നമ്മൾ ഈ തണ്ണിമത്തൻ്റെ തോടും അങ്ങനെ അല്ലറ ചില്ലറ കുറച്ചധികം സാധനങ്ങളുണ്ട്. കുറേ അധികം നേരം എടുത്തിട്ടാണ് ഇതൊക്കെ ഏകദേശം ഒന്ന് ഒരു പാതി ഭാഗമെങ്കിലും ആയി കിട്ടിയത് കേട്ടോ. ക്യാരറ്റിൻ്റെ ഒക്കെ ചില സ്ഥലത്ത് ഇങ്ങനെ കേടുപോലെ വന്നു തുടങ്ങിയിട്ടുണ്ടായി. പിന്നെ ഇത് കഴുകാനോ വേറെ ഒന്നും ചെയ്യാനൊന്നും നിന്നില്ല. നേരെ ഇങ്ങനെ അരിഞ്ഞ് റെഡിയാക്കി വെക്കുകയാണ്. ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചൊരു 3-4 തവണയൊക്കെ ആയിട്ട് കൊടുത്ത് തീർക്കാമല്ലോ. ഇത് മാത്രമല്ല, നമ്മൾ അരി അല്ലാണ്ട് സാധനങ്ങൾ കൊടുക്കും, അതിൻ്റെ ഫുഡ് കൊടുക്കും, അതിൻ്റെ ഇടയ്ക്കൊന്ന് കൊടുക്കാനായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇടപ്പലഹാരം കഴിക്കുമല്ലോ, ചെറിയ ചെറിയ സ്നാക്സ്, അതുപോലെ കൊടുക്കാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ. പിന്നെ എന്തായാലും അന്യായ ചൂടാണല്ലോ, അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്, പക്ഷേ വെള്ളം എന്താ വെച്ച് കൊടുക്കുന്ന പാത്രങ്ങളിൽ നിന്നൊന്നും കുടിക്കണില്ല. പൈപ്പ് തുറന്നു വിടുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ വന്ന് നിന്നിട്ടാണ് എല്ലാം കുടിക്കണത്. നമ്മൾ കറിക്കൊക്കെ അരിയുമ്പോൾ ഇച്ചിരിയും കൂടി ഇത് നോക്കിയിട്ടായിരുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ നന്നായിട്ട് ഇപ്പോൾ ഞാനിങ്ങനെ അരിഞ്ഞു വന്നേന്ന്. കാരണം ഇത്ര തിന്നായിട്ട് എനിക്ക് ക്യാരറ്റ് ഇങ്ങനെ അരിയേണ്ടി വന്നിട്ടില്ല. പിന്നെ എപ്പോഴെങ്കിലും ക്യാബേജിൻ്റെ കൂടെ ഇടാൻ അരിയണ സമയത്ത് മാത്രമാണ് ഇങ്ങനെ അരിയാറുള്ളൂ. ഇത് നിങ്ങൾക്ക് ഫുഡ് തന്നെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ ഈ മുറത്തിനകത്ത്. അപ്പോൾ അതൊക്കെ തിന്നിട്ട് ഇട്ടേക്കണതാണ്. അപ്പോൾ ഇത് അതിനകത്ത് തന്നെ ഉള്ളതാണെന്ന് വിചാരിച്ച് പിന്നെ മുറമൊന്നും കഴിവില്ല, അതിനകത്തേക്ക് തന്നെ മൊത്തമായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടു. അരിഞ്ഞ് കുറച്ചാണ് അരിഞ്ഞോളൂ. ഇനിയിപ്പോൾ അരിഞ്ഞ് കുറേ അധികം അരിഞ്ഞെടുക്കണം, അതായത് അത് മൊത്തം അരിഞ്ഞെടുക്കണം. ഇനിയും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അത് വീണ്ടും നശിച്ചു. ശരിക്കും പറഞ്ഞാൽ കോഴികൾക്ക് ഇതൊക്കെ ഇഷ്ടമാണോ അല്ലെങ്കിൽ ഇതൊക്കെ തിന്നോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അറിയില്ല. വെറുതെ എന്തെങ്കിലുമൊക്കെ ഉള്ളത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കട്ടെ. എനിക്കുള്ള നാടൻ കോഴികളായതുകൊണ്ടാണെന്ന് ഇങ്ങനെയൊക്കെ തിന്നണത്. ആദ്യം ഞാൻ പിന്നെ ചോറൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കോതാങ്കലമ്മയാണ് പറഞ്ഞ് ചോറൊന്നും ഒരുപാട് കൊടുക്കരുത്, ചോറ് ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല, അതുങ്ങൾക്കൊക്കെ അസുഖം വരുന്നു. പിന്നെ എന്താ ഇടയ്ക്ക് ആര്യവേപ്പിൻ്റെ ഇലയും മഞ്ഞളൊക്കെ അരച്ച് എന്താണ്ട് ചെയ്തിട്ട് അതുങ്ങൾക്ക് കൊടുക്കണമെന്നും പറയാറുണ്ട്. പക്ഷേ ഇതങ്ങ് അരിഞ്ഞ് വന്നുകൊണ്ടിരുന്നപ്പോൾ കുറേയും കൂടുതലുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ആ പാത്രത്തിലുണ്ടായിരുന്നതിൻ്റെ ഇരട്ടിയാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ അരി അതും ഇതുമൊക്കെ തിന്നതിൻ്റെ ഇടയ്ക്കൊരു ടൈം പാസ് പോലെ സമയം പോക്കാവട്ടെ എന്ന് ഞാൻ കരുതി. വേഗം ഞാൻ ഒന്ന് ചെന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇത്. കണ്ടില്ലേ, എപ്പോഴും ഇവരിങ്ങനെ അടിയാണ് രണ്ടുപേരും. എന്തിനാന്ന് ദൈവത്തിന് മാത്രം അറിയാം. പിന്നെ ഞാൻ വേഗം തിരിച്ചു വന്നു. കാരണം നിങ്ങളുടെ പുറകെ ഓടിയിട്ട് എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഞാൻ ബാക്കിയുള്ളതും കൂടി ഒന്ന് അരിയാൻ വേണ്ടിയിട്ടിരുന്നു. കുറച്ചധികം സമയം എടുത്തു കേട്ടോ. അതായത് കണ്ടമാനം സമയം എടുത്തതൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാനായിട്ട്. പിന്നെ എല്ലാം ഇങ്ങനെ ചീഞ്ഞ് ചെറുതായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി അരിഞ്ഞതേ വന്നപ്പോൾ ഒരു മുറത്തി കൂടുതലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളാണെങ്കിൽ ഇത്രയും ചെറുതായിട്ട് നടന്നു അരിഞ്ഞത്, നല്ല കനം കുറച്ച് കുരുകുരാന്നായിട്ട് അരിഞ്ഞത്, അവർക്ക് കൊത്തി തിന്നാൻ എളുപ്പത്തിനായിട്ട്. എനിക്ക് വേണം, പക്ഷേ ഇതിലും വലിയ സാധനങ്ങളൊക്കെ അവർ കൊത്തി പറിച്ചിടും. അത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്കിതെല്ലാം കൂടി എടുത്ത് വെക്കണം. അതായത് കുറച്ച് മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം നമുക്ക് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഒരു 3-4 ദിവസത്തേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ചായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കണത്. ഇതിപ്പോൾ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് കറിക്കരിയണേക്കാളും അത്രയും നന്നായിട്ട് ഞാൻ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആവശ്യ സമയത്ത് ഇതങ്ങനെ ഉപകരിക്കൊന്നുമില്ല. പിന്നെ അപ്പടി വിരലിലിങ്ങനെ മൊത്തം മുറിഞ്ഞ് പാടായിട്ടോ ഫിംഗർ ക്യാപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലും പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മുടെ അരിയലിൻ്റെ പണികളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. ഇനിയാണ് ഞാൻ ആ സംഭവം കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. ഇത് കണ്ടോ, ഒത്തിരി തിന്നിട്ടോ, അതായത് വേറെ സാധനങ്ങൾ തിന്നിട്ടോ അതുങ്ങളുടെ ഫുഡ് കഴിച്ചിട്ടോ അവസാനം ചെയ്തിട്ടേക്കണ പണിയാണ് ഈ കാണുന്നത്. ഇതൊക്കെ നട്ടു വെച്ചേക്കണതാണ്. ഇതൊക്കെ ഇങ്ങനെ കൊത്തിപ്പറിച്ചിട്ടിട്ട് എന്തെങ്കിലും മനസ്സും കിട്ടണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാണ്ട് ഇത് തിന്നണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ കൊടുക്കണ തീറ്റയുടെ കുറവ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉള്ളത് മൊത്തം കൂടി വലിയൊരു പാത്രത്തിലേക്ക് എറിച്ച് തിക്കി എടുത്ത് വെച്ചു കേട്ടോ. എന്നിട്ടൊരു 3-4 പിടി എടുത്ത് അതുങ്ങൾക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഒരു പാത്രം കണ്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാൽപ്പെരുമാറ്റം കേട്ടാലോ അപ്പം തന്നെ ഓടി വരും. എന്തായാലും ഫുഡിന് വേണ്ടിയിട്ടാണെന്നൊരു ചിന്ത മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. കാരണം അത് മാത്രമാണല്ലോ ഇവർക്ക് ജോലിയുള്ളൂ, വേറെ പണിയൊന്നും ഇല്ലല്ലോ. കുത്തുകൂടലും ബഹളവും അവസാനമായി പറ്റ കൈയായിട്ടാണ് ഞാനിത് ചെയ്തത്. ആളെ ഇങ്ങനെ ഞാൻ പിടിച്ച് കെട്ടിയിട്ടേക്കാണ്. ആൾ ഭയങ്കര വില്ലനെന്ന് വെച്ചാൽ ഭയങ്കര വില്ലനാണ്. വഴക്കുകൊണ്ടായിരിക്കും ഒന്നും കഴിക്കണില്ല, കുറച്ച് കഴിയുമ്പോൾ കഴിച്ചോളുമായിരിക്കും. ഇതാണെങ്കിൽ കൊത്താനുമില്ല കൊത്തുകൊള്ളാനുമില്ല, അത് അതിൻ്റേതായ ലൈഫിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന് ഒത്തിരി കിട്ടിയിട്ടുണ്ട്, പക്ഷെ മറ്റേതാണെങ്കിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇത് പിന്നെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
പക്ഷെ എല്ലാവരും കൂടി തിന്നുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്ത് ഈ പുള്ളി മാത്രം ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുകയാണ്. കാരണം ആൾ പേടിച്ചിട്ടാണ്. അവിടെ ചെന്നാൽ കൊത്ത് കിട്ടുമല്ലോ. പിന്നെ ഞാനാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പുള്ളീനെ കെട്ടഴിച്ച് വിട്ടു കേട്ടോ, പാവത്തിട്ട്. ഇത് കണ്ടോ, ആദ്യം നമ്മുടെ കോഴികളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയതാണ്. ഇപ്പം അങ്ങനെ പിടിച്ചുകൊണ്ടൊന്നും പോകാൻ പറ്റില്ല. പിന്നെ വെറുതെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് പുള്ളി ഒന്ന് കറങ്ങിയിട്ട് പോണതാണ്. അങ്ങനെ അയച്ചു വിട്ട് കഴിഞ്ഞിട്ടും അഹങ്കാരത്തിന് കുറവില്ല. പുള്ളി മറ്റവൻ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് വന്നു കഴിഞ്ഞാൽ കൊത്തിപ്പറിക്കാനായിട്ട്. അതാണെങ്കിൽ ഉണ്ട് പേടിച്ചിട്ടുണ്ട് അടുക്കണം. 3 എണ്ണമാണെങ്കിൽ ഒരുപോലെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് മാറിപ്പോണ്ട് ഇങ്ങനെ കൊത്താൻ പറ്റുന്നതെന്ന് ഞാൻ ആലോചിക്കണേ. പിന്നെ ഇതേ പുള്ളി കുറച്ച് കഴിയുമ്പോൾ വന്നിട്ട് ഇതിനകത്ത് കയറിയിട്ട് ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. അവസാനം രാത്രി ഞാൻ ഒക്കെ ഇതിനെയും കൂടി പിടിച്ച് കൂട്ടിലാക്കിയിട്ടുണ്ട്. നേരം വെളുക്കും പറയാം ഏതെങ്കിലും ജീവനോടെ ഉണ്ടോ എന്തോന്ന്. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ കോഴി ഉണ്ടെങ്കിൽ പറയണേ.